ഒരു കോഡ് KW1 അക്കൗണ്ട് ഉപയോഗിക്കുന്നവർ നോർമൽ ഡിജിറ്റൽ അക്കൗണ്ടിൽ നിന്നും സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിലേക്കൊക്കെ മാറുന്നുണ്ട്. രണ്ട് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് രണ്ടും സീറോ ബാലൻസ് എന്ന് കണ്ടുകൊണ്ടാണ് അക്കൗണ്ട് വേരിയൻ്റ് സൂപ്പറിലേക്കൊക്കെ മാറുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സൂപ്പർ അക്കൗണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ അല്ല, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ അതിനകത്ത് എല്ലാ മാസവും ഒരു 10,000 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. ആ 10,000 രൂപ നമ്മൾ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ മതിയോ, ഇല്ലെങ്കിൽ 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഈടാക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് പല കമൻസും ഇപ്പോഴും വരാറുണ്ട്. സോ അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ളൊരു വീഡിയോ ആണ്. കോഡ് KW1ൻ്റെ നോർമൽ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടും AW1 സൂപ്പർ സേവിങ്സ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത്. സോ വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം കോഡ് KW1ൻ്റെ നോർമൽ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും AW1 സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും രണ്ടും സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ്. രണ്ടിലും നമ്മൾ ഇത്ര രൂപ കീപ്പ് ചെയ്യണം, കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഈടാകും. അങ്ങനെയുള്ള കണ്ടീഷൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ വ്യത്യാസം വരുന്നത്, നോർമൽ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സബ്സ്ക്രിപ്ഷൻ ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതേസമയം AW1 സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ അതിനൊരു സബ്സ്ക്രിപ്ഷൻ ചാർജ് വരുന്നുണ്ട്. നമ്മൾ വർഷം 399 രൂപ ഒരു സബ്സ്ക്രിപ്ഷൻ ചാർജായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. സോ സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് 399 രൂപ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീസായിട്ട് കൊടുക്കണം. വർഷം ആ ചാർജ് കൊടുക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നിങ്ങൾ സൂപ്പർ വേരിയൻ്റ് അക്കൗണ്ട് തന്നെയായിട്ട് തുടരും, മാറ്റമൊന്നും വരുന്നില്ല. പിന്നീട് റിന്യൂവൽ ടൈം ആകുമ്പോൾ, അതായത് ഒരു വർഷം ആകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പഴയ ആ ഒരു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യാം. പിന്നെ എന്തിനാണ് ഈ ഒരു സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ എല്ലാ മാസം 10,000 രൂപ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ള കണ്ടീഷൻ വരുന്നത്? ആ ഒരു കണ്ടീഷൻ വേറൊന്നിനുമല്ല. നമുക്ക് ഈ ഒരു സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ ഒരു ക്യാഷ് ബാക്ക് ഓഫർ വരുന്നുണ്ട്. നമുക്ക് ഡെബിറ്റ് കാർഡിന് അപ് ടു 500 രൂപ എന്ന രീതിയിൽ വർഷം 6,000 രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് നേടാനുള്ളൊരു ഓഫർ വരുന്നുണ്ട്. ആ ഒരു ഓഫർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മാസം ഒരു 10,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അതും ഈ ഡൗട്ട് ചോദിച്ച പോലെ പല ട്രാൻസാക്ഷനായിട്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ പോരാ. നമ്മളൊരു സിംഗിൾ ട്രാൻസാക്ഷനിൽ 10,000 രൂപയ്ക്ക് മുകളിൽ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. ജസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി, അത് അവിടെ കീപ്പ് ചെയ്യണം എന്നുള്ള കണ്ടീഷനോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക, നിങ്ങൾക്കത് പിന്നീട് അപ്പോൾ തന്നെ ഉപയോഗിക്കാനും സാധിക്കും. പ്രത്യേകിച്ച് അവിടെ ഹോൾഡ് ചെയ്യണം എന്നുള്ള കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നോർമൽ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ സബ്സ്ക്രിപ്ഷൻ ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സീറോ ബാലൻസ് അക്കൗണ്ടാണ്. അതിനകത്ത് മാസം ഇത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കണ്ടീഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരേ ഒരു കണ്ടീഷൻ, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇനിഷ്യൽ ഡെപ്പോസിറ്റ് ആയിട്ട് 2,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. ഈ ഒരു സൂപ്പർ ആണെങ്കിൽ 10,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഉപയോഗിക്കാം. അത് ഹോൾഡ് ചെയ്യണം എന്നുള്ള കണ്ടീഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഇനി സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾ മാസം ഈ പറയുന്ന 10,000 രൂപ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജോ കാര്യങ്ങളോ ഒന്നും ഈടാക്കുകയില്ല. കാരണം ഓൾറെഡി നിങ്ങൾ 399 രൂപ കൊടുത്തു, സൂപ്പർ വേരിയൻ്റ് അക്കൗണ്ടിലേക്ക് നിങ്ങൾ മാറി. ഒരു വർഷം അതിൻ്റെ വാലിഡിറ്റി വരുന്നുണ്ട്. ഈ ഒരു 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ള കണ്ടീഷൻ വരുന്നത് ക്യാഷ് ബാക്ക് ഓഫറിനാണ്. സോ നിങ്ങൾ 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഒന്നും ഈടാക്കുകയില്ല. പകരം നിങ്ങൾക്ക് ആ ഡെബിറ്റ് കാർഡിൽ ഓഫർ ചെയ്യുന്ന ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് ഒന്നും തന്നെ കിട്ടുകയില്ല. ഇനി സൂപ്പർ വേരിയൻ്റ് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ കിട്ടുന്ന ഡെബിറ്റ് കാർഡിൽ കിട്ടുന്ന ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 5% ഫ്ലാറ്റ് ക്യാഷ് ബാക്ക് ആണ് കിട്ടുന്നത്. അങ്ങനെ ഒരു മാസം നമുക്ക് 500 രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും. നമുക്ക് വെർച്വൽ ഡെബിറ്റ് കാർഡ് വഴി നടത്തുന്ന ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് വഴി നടത്തുന്ന ട്രാൻസാക്ഷനുകൾക്ക് ഈ ഒരു ക്യാഷ് ബാക്ക് കിട്ടും. ATM വഴിയുള്ള വിഡ്രോവലിന് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. നമ്മൾ നടത്തുന്ന ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ POS ട്രാൻസാക്ഷനുകൾക്കാണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുക. UPI ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. ഫണ്ട് ട്രാൻസ്ഫർ, അതുപോലെ തന്നെ ATM ട്രാൻസാക്ഷൻ, വാലറ്റ് ടോപ്പ് അപ്പ്, അതിനൊന്നും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. മിനിമം സ്പെൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് 20 രൂപയാണ്. 20 രൂപയ്ക്ക് മുകളിൽ നടത്തുന്ന ട്രാൻസാക്ഷനുകൾക്ക് മാത്രമേ ഈ ഒരു ക്യാഷ് ബാക്ക് കിട്ടുകയുള്ളൂ. നമുക്ക് ഈ ഒരു മാസം കിട്ടുന്ന ക്യാഷ് ബാക്ക് തൊട്ടടുത്ത മാസം 30-ാം തീയതിക്കുള്ളിലായിരിക്കും നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക. പിന്നെ നമ്മൾ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തി പക്ഷേ അക്കൗണ്ട് ഫ്രോസൺ ആയി പോയി കഴിഞ്ഞാൽ ആ ഒരു ക്യാഷ് ബാക്ക് പ്രോസസ് ആവുകയില്ല. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും റീഫണ്ട്, നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി ക്യാഷ് ബാക്ക് കിട്ടി, ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തു റീഫണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. പിന്നെ ക്യാഷ് ബാക്ക് കിട്ടാത്ത കാറ്റഗറികൾ നോക്കിക്കഴിഞ്ഞാൽ ബെറ്റിംഗ് ഇൻക്ലൂഡഡ് ലോട്ടറി ടിക്കറ്റ്, അതുപോലെ തന്നെ കാസിനോ ഗെയിംസ്, അതുപോലെ തന്നെ റേസ് ട്രാക്സ്, അങ്ങനെയുള്ള റിലേറ്റഡ് ട്രാൻസാക്ഷനുകൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. പിന്നെ ഡേറ്റിംഗ് ആൻഡ് എസ്കോർട്ട് സർവീസിന് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. ഡയറക്റ്റ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് സർവീസസ്, പിന്നെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിലേറ്റഡ് സർവീസസ്, പിന്നെ ഗവൺമെൻറ് ലൈസൻസ്ഡ് ലോട്ടറി അതുപോലുള്ള ട്രാൻസാക്ഷനുകൾ, പിന്നെ ഓൺലൈൻ ഗാംബ്ലിംഗ്, റേസിംഗ്, പിന്നെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ, മണി ട്രാൻസ്ഫർ,
ട്രാൻസ്ഫർ, നോൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ, പിന്നെ പൊളിറ്റിക്കൽ ഡൊണേഷൻസ്, നോൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ, ഹോൾസെയിൽ ക്ലബ്സ് എന്നിങ്ങനെ ഈ കാണുന്ന കാറ്റഗറിയിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. പിന്നെ ലോൺ റീപേയ്മെൻറ്റ്, അതുപോലെ തന്നെ വാലറ്റ് ലോഡിംഗ് ട്രാൻസാക്ഷൻ, പിന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്, അതിന് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. പലരും തിങ്ക് ചെയ്യുന്നത് ഈ ഒരു ഡെബിറ്റ് കാർഡ് എടുത്തിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ബിൽ അടച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് നേടാമെന്നാണ്. പക്ഷേ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റിന് നമുക്ക് ക്യാഷ് ബാക്ക് ഈ ഒരു സ്കീമിൽ നമുക്ക് ലഭിക്കുകയില്ല. ഇതിൽ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ഇൻക്ലൂഡഡ് ആണ്. ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റിന് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല. സോ സൂപ്പർ വേരിയൻറ്റ് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഡെബിറ്റ് കാർഡിന് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. പിന്നെ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജും നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. നോർമൽ സീറോ ബാലൻസ് ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് 399 രൂപയാണ്. എന്നാൽ ഈ ഒരു സൂപ്പർ വേരിയൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് വരുന്നില്ല. നമ്മൾ ഓൾറെഡി 399 രൂപ നമ്മൾ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീസായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെബിറ്റ് കാർഡ് നമുക്ക് ചാർജ് നൽകാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും, ഫിസിക്കൽ ഡെബിറ്റ് കാർഡ്. അതേസമയം വിർച്വൽ ഡെബിറ്റ് കാർഡ് രണ്ട് അക്കൗണ്ട് വേരിയൻറ്റിനും ചാർജബിൾ ആണ്. 49 രൂപയാണ് വിർച്വൽ ഡെബിറ്റ് കാർഡിൻ്റെ ഇഷ്യൂവൻസ് ഫീസായിട്ട് വരുന്നത്. ഇഷ്യൂവൻസ് ഫീസ് മാത്രമേ ഉള്ളൂ. ആനുവൽ ചാർജ് രണ്ട് വേരിയൻ്റ് അക്കൗണ്ടിനും വിർച്വൽ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ വരുന്നില്ല. പിന്നെ ചെക്ക് ബുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ ചെക്ക് ബുക്ക് ചാർജബിൾ ആണ്. 25 ലീവ്സ് അടങ്ങിയ ചെക്ക് ബുക്കിന് നമ്മൾ 125 രൂപ നൽകേണ്ടതായിട്ട് വരും. അതേസമയം സൂപ്പർ വേരിയൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് വർഷത്തിൽ 25 ലീവ്സ് അടങ്ങിയ ഒരു ചെക്ക് ബുക്ക് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. അഡീഷണൽ വേണമെങ്കിൽ മാത്രം ചാർജ് കൊടുത്താൽ മതിയാകും. പിന്നെ വരുന്ന മറ്റൊരു ഡിഫറൻസ് കസ്റ്റമർ സപ്പോർട്ടിൻ്റെ കാര്യത്തിലാണ്. നമുക്ക് സൂപ്പർ വേരിയൻ്റ് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് പ്രീമിയം കസ്റ്റമർ സപ്പോർട്ട് ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമുക്ക് പ്രീമിയം ഒന്നും ഓഫർ ചെയ്യുന്നില്ല, കിട്ടിയാൽ കിട്ടി എന്നുള്ളൊരു അവസ്ഥയാണ്. പിന്നെ NEFT, IMBS, അതുപോലെ തന്നെ RTGS ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ രണ്ട് അക്കൗണ്ട് വേരിയൻറ്റിലും നമുക്ക് സൗജന്യമാണ്, ചാർജ് വരുന്നില്ല. അതേസമയം ബ്രാഞ്ച് വഴിയുള്ള NEFT, RTGS രണ്ടിലും സെയിം ചാർജാണ് വരുന്നത്. ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. ചാർജ് നോക്കിക്കഴിഞ്ഞാൽ NEFT ആണെങ്കിൽ അപ് ടു 10,000 രൂപ വരെ 2 രൂപയും, 10,000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെ 4 രൂപയും, 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 2 ലക്ഷം രൂപ വരെ 14 രൂപയും, 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ 24 രൂപയും ഈടാക്കും. RTGS ആണെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 5 ലക്ഷം രൂപ വരെ ഓരോ ട്രാൻസാക്ഷനും 20 രൂപ പ്ലസ് GST, 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള RTGS ട്രാൻസാക്ഷൻ ആണെങ്കിൽ 40 രൂപ പ്ലസ് GST ഈടാക്കും. ഇത് രണ്ട് അക്കൗണ്ട് വേരിയൻറ്റിലും സെയിം ആണ്, പ്രത്യേകിച്ച് ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ വരുന്ന മറ്റൊരു ഡിഫറൻസ് ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. നോർമൽ സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ബ്രാഞ്ച് വഴി ഒരു മാസം ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ 10,000 രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ 1000 രൂപക്കും 5 രൂപ, മിനിമം 150 രൂപ എന്ന രീതിയിൽ ക്യാഷ് ട്രാൻസാക്ഷൻ ചാർജ് ഈടാക്കും. അതേസമയം സൂപ്പർ വേരിയൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒരു മാസം നമുക്ക് ബ്രാഞ്ച് വഴി സൗജന്യമായിട്ട് 4 ക്യാഷ് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. 4 ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ വാല്യൂ വരുന്നത് 2 ലക്ഷം രൂപ വരെ നമുക്ക് സൗജന്യ ട്രാൻസാക്ഷൻ നടത്താം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഒരു ഫ്രീ നമ്പർ 4 എന്നുള്ള ലിമിറ്റ് എക്സീഡ് ആയി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയുടെ ഒരു മാസം, ആ ഒരു വാല്യൂ എക്സീഡ് ആയി കഴിഞ്ഞാൽ സെയിം ചാർജ് ഈടാക്കും. ഓരോ 1000 രൂപക്കും 5 രൂപ, മിനിമം 150 രൂപ എന്ന രീതിയിൽ ക്യാഷ് ട്രാൻസാക്ഷൻ ചാർജ് ഈടാക്കും. സോ നിങ്ങൾ ബ്രാഞ്ച് വഴി ഓഫ്ലൈനായിട്ട് കൂടുതൽ ട്രാൻസാക്ഷൻ നടന്ന ഒരു വ്യക്തിയാണെങ്കിൽ സൂപ്പർ വേരിയൻ്റ് അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രാഞ്ച് വഴി ഒരു മാസം 4 തവണ സൗജന്യ ട്രാൻസാക്ഷൻ നടത്താം, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വരെ സൗജന്യ ട്രാൻസാക്ഷൻ നടത്താം. മറ്റേതാണെങ്കിൽ ഒന്നേ കിട്ടൂ, 10,000 രൂപയാണ് ലിമിറ്റ് വരുന്നത്. പിന്നെ SMS അലർട്ട് ചാർജ്, അതിനകത്തും ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നോർമൽ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങളുടെ ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റ് ഒരു മാസം 5,000 രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ SMS അലർട്ടിന് ചാർജ് ഈടാക്കുകയില്ല. അതേസമയം നിങ്ങളുടെ ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റും ഒരു മാസം 5,000 രൂപയിൽ താഴെയാണെങ്കിൽ ഒരു 30 SMS ഒരു മാസം സൗജന്യമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ SMS-നും 15 പൈസ ചാർജ് ഈടാകും. അതേസമയം സൂപ്പർ വേരിയൻ്റ് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊന്നുമില്ല, SMS അലർട്ടിന് ചാർജ് ഈടാക്കുകയില്ല. പിന്നെ ഫോറക്സ് ചാർജ്, അതിനകത്തും ഡിഫറൻസ് ഇല്ല. ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് രണ്ട് അക്കൗണ്ട് വേരിയൻ്റ് ആണെങ്കിൽ 3.5% പ്ലസ് GST ആണ് വരുന്നത്. പിന്നെ ATM റിലേറ്റഡ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടിലും സെയിം ചാർജ് ആണ്. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 23 രൂപ പ്ലസ് GST, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 10 രൂപ പ്ലസ് GST ഈടാക്കും. ഇന്റർനാഷണൽ ATM ട്രാൻസാക്ഷൻ ആണെങ്കിലും സെയിം ആണ്. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 150 രൂപ പ്ലസ് GST, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 25 രൂപ പ്ലസ് GST ഈടാക്കും. സോ ഇതൊക്കെയാണ് കോഡക് 711 നോർമൽ വേരിയന്റ് ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടും സൂപ്പർ വേരിയന്റ് സേവിങ്സ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു സൂപ്പർ വേരിയന്റ് അക്കൗണ്ട് ആണെങ്കിൽ വർഷം 399 രൂപ നമ്മൾ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീസ് കൊടുക്കണം. അതേസമയം നമുക്ക് ഡെബിറ്റ് കാർഡ് സൗജന്യമായിട്ട് കിട്ടും, ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് സൗജന്യമായിട്ട് കിട്ടും. ബ്രാഞ്ച് വഴി നമുക്ക് 4 ട്രാൻസാക്ഷൻ ഒരു മാസം സൗജന്യമായിട്ട് നടത്താം. 2 ലക്ഷം രൂപ വരെ നമുക്ക് വാല്യൂ കിട്ടും. അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ്. പിന്നെ എലിജിബിൾ ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് 5% ക്യാഷ് ബാക്ക്, അങ്ങനെ ഒരു മാസം നമുക്ക് 500 രൂപ വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. ഇയർലി 6,000 രൂപ അങ്ങനെ ക്യാഷ് ബാക്ക് നേടാം. അതേസമയം നോർമൽ ഡിജിറ്റൽ വേരിയന്റ് സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ അതിനകത്ത് സബ്സ്ക്രിപ്ഷൻ ഫീസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. മാസം ഇത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം അങ്ങനെയുള്ള കണ്ടീഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. പക്ഷേ ഡെബിറ്റ് കാർഡ്, ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ചാർജബിൾ ആണ്. 399 രൂപ ആനുവൽ ചാർജും അതുപോലെ ഇൻഷുറൻസ് ഫീസും വരുന്നുണ്ട്. പിന്നെ ബ്രാഞ്ച് വഴി ഒരു ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ 10,000 രൂപ വരെ വാല്യൂള്ള ട്രാൻസാക്ഷനാണ് നമുക്ക് നടത്താനായിട്ട് സാധിക്കുക. അങ്ങനെയുള്ള കുറച്ച് റെസ്ട്രിക്ഷനൊക്കെയാണ് ഒരു നോർമൽ വേരിയന്റ് സീറോ ബാലൻസ് അക്കൗണ്ടിൽ വരുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി